പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 5 പേരുടെ പീഡനത്തിനിരയായ ഭിന്നശേഷിക്കാരി യുവതിയെ സുപ്രീം കോടതി നിർദ്ദേശം ലംഘിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സിഐയുടെ പീഡനം. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും സിപിഐഎം പ്രവർത്തകരും സ്റ്റേഷൻ ഉപരോധിച്ചു. കോന്നി തണ്ണിത്തോട്ടിൽ 5 പേരുടെ പീഡനത്തിന് ഇരയായ യുവതിക്കാണ് വീണ്ടും പോലീസിന്റെ വക പീഡനം ഏൽക്കേണ്ടി വന്നത്. ഇരകളെ വിളിച്ചുവരുത്തി പ്രദർശന വസ്തുവാക്കരുതെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെയാണ് പോലീസും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥയും ചേർന്ന് പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചത്. 1.5 മണിക്കൂറോളം പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ പീഡനത്തിനിരയായ യുവതിയും വൃദ്ധയായ അമ്മൂമ്മയെയും പോലീസ് മാറ്റി നിർത്തി. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ യുവതിയെയാണ് പോലീസ് വിളിച്ചുവരുത്തിയത്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും സിപിഐഎം പ്രവർത്തകരും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ഉപരോധിച്ചു. ഇവിടെ കൊണ്ടുവന്ന് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് ഗുണകരമായ നിലയിൽ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തത്. ഇത് അന്വേഷണത്തെ അട്ടിമറിക്കാനാണ്. ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതും ഇത് തടയാനും പെൺകുട്ടിക്ക് നീതി ലഭിക്കാനും വേണ്ടിയിട്ടാണ് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തിക്കേണ്ടത്. ആ സാമൂഹ്യ നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥ ഇവിടെ 1 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെൺകുട്ടിയോട് മൊഴിയെടുക്കുകയാണ് ചെയ്തത്. പോലീസിനോടൊപ്പം ചേർന്നു പോലീസ് ചെയ്ത നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ആ ഉദ്യോഗസ്ഥ ചെയ്തത്. പീഡനക്കേസുമായി ബന്ധപ്പെട്ട് 5ഓളം പ്രതികൾ ഉണ്ടെന്ന് യുവതി മൊഴി നൽകിയിട്ടും ഒരാൾക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മറ്റു പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് പീഡനത്തിനിരയായ യുവതിക്ക് വീണ്ടും പീഡനം ഏൽക്കേണ്ടി വന്നത്. നാട്ടുകാർ തടിച്ചുകൂടിയതോടെ പോലീസ് സ്റ്റേഷന്റെ പിൻവാതിലിലൂടെ യുവതിയെയും അമ്മൂമ്മയെയും പോലീസ് ജീപ്പിൽ കടത്തി. എന്നാൽ ഇവരുമായി തണ്ണിത്തോട്ടിലെത്തിയ പോലീസിനെ അവിടെയും നാട്ടുകാർ തടഞ്ഞു. ജീപ്പിൽ ഇവർക്കൊപ്പം വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താലായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ദില്ലി കൂട്ടമാനഭംഗ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ഞായറാഴ്ച വിട്ടയക്കും. പ്രതിയെ വിട്ടയക്കരുതെന്ന കേന്ദ്ര സർക്കാർ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നും നീതി ലഭിച്ചില്ലെന്നും നിർഭയയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കി. തങ്ങൾ നിസ്സഹായരാണെന്ന് പറഞ്ഞാണ് ജി രോഹിണി അധ്യക്ഷയായ ദില്ലി ഹൈക്കോടതി ബെഞ്ച് പ്രതിയെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടത്. നിലവിലെ നിയമവ്യവസ്ഥ പ്രകാരം പ്രായപൂർത്തിയാകാത്ത പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ 3 വർഷമാണെന്നും പ്രതിയെ ജുവനൈൽ കസ്റ്റഡിയിൽ തുടരുന്നത് അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പ്രതിയെ നിലവിലെ ജുവനൈൽ ചട്ടങ്ങൾ പാലിച്ച് വിട്ടയക്കാം. പ്രതിയുടെ പുനരധിവാസം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും പ്രതിയും മാതാപിതാക്കളുമായി കൂടിയാലോചിച്ച് ജുവനൈൽ ജസ്റ്റിസിന് തീരുമാനമെടുക്കാം. 2 വർഷത്തേക്ക് ഇയാളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാമെന്നും ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പുറത്തുവിടണമോ എന്ന് തീരുമാനിക്കാമെന്നും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം വിധിയിൽ നിരാശയുണ്ടെന്നും എല്ലാ പരിശ്രമങ്ങളും വെറുതെയായെന്നും നിർഭയെന്ന് ലോകം വിളിച്ച ജ്യോതി സിംഗിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. പ്രതി തീവ്രവാദ സ്വഭാവത്തിലായിട്ടുണ്ടെന്നും ദേശീയ സുരക്ഷാ നിയമത്തിൽ കസ്റ്റഡിയിൽ വെക്കണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പരിഗണിച്ചുള്ള ദില്ലി ഹൈക്കോടതിയുടെ നോട്ടീസിനായിരുന്നു പ്രതിയെ വിട്ടയക്കരുതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. പെൺകുട്ടിയോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയ പ്രതി ഒടുവിൽ പ്രായത്തിന്റെ ഇളവ് നേടി ഞായറാഴ്ച മോചിതനാകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉമ്മൻചാണ്ടിക്കെതിരായ രമേശ് ചെന്നിത്തലയുടെ കത്തിനെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ വൻ പ്രതിസന്ധി. കത്ത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് KPCC ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയെ കാണാൻ രമേശ് ചെന്നിത്തല ഇന്ന് ദില്ലിക്ക് തിരിക്കും. ഹൈക്കമാൻഡിന് നൽകിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കത്ത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് KPCC സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അന്വേഷണം ഏതു തരത്തിലുള്ളതാകണമെന്നത് സർക്കാർ തീരുമാനമെടുക്കും. രമേശ് ചെന്നിത്തല കത്ത് നൽകിയിട്ടില്ല എന്ന കാര്യം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. KPCC രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നതായും VM സുധീരൻ പറഞ്ഞു. KPCC നിർവാഹക സമിതി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു VM സുധീരൻ. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ബന്ധപ്പെടുത്തി അദ്ദേഹം ഇങ്ങനൊരു കത്ത് അയച്ചതായ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതേ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്ന് KPCC സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കത്തിനെക്കുറിച്ച് പാർട്ടിതല അന്വേഷണം നടത്തേണ്ടതല്ലേ എന്നും ഹൈക്കമാൻഡിൽ വിവരം ചോദിച്ചാൽ പോരെ എന്നുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സുധീരൻ തയ്യാറായില്ല. കത്തിന്റെ കാര്യത്തിൽ തുറന്നടിച്ച മറുപടിയായിരുന്നു രമേശ് ചെന്നിത്തല KPCC യോഗത്തിൽ നൽകിയത്. കത്ത് തൻ്റേതല്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം എപ്പോൾ ആരോട് എങ്ങനെ പറയണമെന്ന് തനിക്കറിയാമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കത്ത് സംബന്ധിച്ച ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അന്വേഷണം നടത്തുകയാണ്.
9 വർഷം KPCC പ്രസിഡന്റും 16 പ്രാവശ്യം AICC അംഗവുമായിരുന്ന തനിക്ക് സോണിയാഗാന്ധിയോട് എന്ത് എപ്പോൾ അറിയിക്കണമെന്നതിൽ വ്യക്തതയുണ്ടെന്നും രമേശ് ചെന്നിത്തല യോഗത്തിൽ പറഞ്ഞു. കത്തിനെക്കുറിച്ച് സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉടനടി രമേശ് ചെന്നിത്തല ദില്ലിയിലേക്ക് പോയതെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം DCC പുനഃസംഘടന അടുത്ത ദിവസം തന്നെ പൂർത്തിയാക്കുമെന്നും VM സുധീരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില 3-1 കുറഞ്ഞിട്ടും ഇന്ധനവില മാറ്റം വരുത്താത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അസംസ്കൃത എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $120 നിന്ന് $36 കുറഞ്ഞെങ്കിലും കേന്ദ്രം കുറച്ചത് ₹5. ₹5 കുറച്ചപ്പോൾ ₹6 നികുതി ഇനത്തിൽ കൂട്ടുകയും ചെയ്തു. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 3-1 കുറഞ്ഞു. എന്നാൽ പെട്രോൾ വില കേവലം ₹5 മാത്രമാണ് കുറച്ചത്. അതേസമയം എക്സൈസ് നികുതി 5 തവണയായി ₹6 കൂട്ടി. ക്രൂഡിന്റെ അന്താരാഷ്ട്ര വിലയനുസരിച്ച് പെട്രോളിന് 53 പൈസയും ഡീസലിന് 50 പൈസയും കുറച്ചതിന് പിന്നാലെ എക്സൈസ് നികുതി ഇനത്തിൽ കേന്ദ്രം പെട്രോളിന് 30 പൈസയും ഡീസലിന് ₹1.17 പൈസയും കൂട്ടുകയായിരുന്നു. UPA സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇന്ധനവില വർധനവെന്ന് അന്ന് ട്വീറ്റ് ചെയ്ത നരേന്ദ്രമോദിയുടെ പക്ഷപാതിത്വം ഈ കണക്കുകൾ തുറന്നുകാട്ടുന്നു. ഇന്ധന വർധനവ് മൂലം ഗുജറാത്ത് സർക്കാരിന് 100 കണക്കിന് കോടിയുടെ അധിക ബാധ്യത വരുന്നുവെന്ന് പരിതപിച്ച മോദി, പക്ഷേ പ്രധാനമന്ത്രിയായപ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ബാധ്യത തെല്ലും കണക്കിലെടുക്കുന്നില്ല. മോദി അധികാരമേൽക്കുമ്പോൾ ക്രൂഡ് ബാരലിന് വിപണിയിൽ $120 ആയിരുന്നു വില. ഇന്ന് അത് $36 കുറഞ്ഞു. എന്നാൽ അന്ന് $69.15 പെട്രോളിന്റെ വില $63.67 നിൽക്കുന്നു. ക്രൂഡിന്റെ വിലയുടെ അടിസ്ഥാനത്തിൽ $25 മാത്രമേ ഈടാക്കാനാകൂ. കൊച്ചിയിൽ $63.67 പെട്രോളിന് കേന്ദ്രം എക്സൈസ് നികുതിയായി ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് $19.36. സംസ്ഥാന സർക്കാർ വിൽപ്പന നികുതിയായി $15.70, $28.61 അടിസ്ഥാന വിലയുള്ള പെട്രോളിന് $35.60 ഈ രണ്ട് സർക്കാരുകളും കൂടി കൊള്ളയടിക്കുന്നതെന്നർത്ഥം. ഡീസലിന്റെ സ്ഥിതിയാണ് ഇതിലും കഷ്ടം. പെട്രോൾ കമ്പനികളുടെ എല്ലാ കൊള്ളലാഭവും കഴിഞ്ഞ് $14.81 മാത്രമാണ് 1 ലിറ്റർ ഡീസലിന്റെ അടിസ്ഥാന വില. ജനങ്ങൾ കൊടുക്കേണ്ടതാകട്ടെ $49.57. ഇരട്ടിയിലേറെ രൂപയാണ് രണ്ട് സർക്കാരുകളും കൂടി ജനങ്ങളെ പിഴിയുന്നത്. ക്രൂഡിന്റെ അന്താരാഷ്ട്ര വില കുറയുന്നതനുസരിച്ച് മറ്റു രാജ്യങ്ങളിൽ വില കുറയുമ്പോൾ ഇന്ത്യയിൽ മാത്രം വില കൂടുകയാണ്. വില നിയന്ത്രണം എടുത്തു കളഞ്ഞതോടെ നാമമാത്രമായെങ്കിലും ഇന്ധനവില കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇതിന് ബദലായാണ് കേന്ദ്രം നികുതി കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക്. ഇന്ധനവില വർധന സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. എൻ്റെ പേര് ദീപ്തി. പെട്രോൾ വിലവർധനയ്ക്കെതിരെ കൈരളി നടത്തുന്ന ഈ വാർത്താ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാകുന്നു. ഞാൻ സുബിൻ, കോഴിക്കോട് നിന്നാണ്. പിന്നെ ഈ പെട്രോൾ വർധനയ്ക്കെതിരെ കൈരളി നടത്തുന്ന ഈ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നുണ്ട്. ഞാൻ ടിനു, കൈരളി TV നടത്തുന്ന പെട്രോൾ വിലവർധന ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. ഞാൻ ഉഷ ചന്ദ്രബാബു, പെട്രോൾ വില വർധനവിനെതിരെ കൈരളി പീപ്പിൾ TV നടത്തുന്ന ക്യാമ്പയിനിൽ ഞാനും ഒരു പങ്കാളിയാവുന്നു. ഞാൻ അഫീദ് പരപ്പനങ്ങാടി, കൈരളി TV ഇന്ധന വിലവർധനയ്ക്കെതിരെ നടത്തുന്ന ഈ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാകുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് നൽകുന്ന എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. കൈരളി TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫ് ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മെഗാസ്റ്റാർ മമ്മൂട്ടി, മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ആതുര സേവന രംഗത്തെ നിറസാന്നിധ്യമായ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മെഗാസ്റ്റാർ മമ്മൂട്ടി ചടങ്ങിനെത്തിയത് മലപ്പുറത്തിന് ആവേശം പകർന്നു. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് MD KT റബിയുള്ള മലയാളികളുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞെന്ന് ചടങ്ങിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ച മമ്മൂട്ടി പറഞ്ഞു. ഞാൻ ഇപ്പൊ കൊടുത്ത ഈ സഹായത്തിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഈ 1 മണിക്കൂറിൽ നടന്ന് 86 ലക്ഷം രൂപ. പല ആളുകളും പല സ്ഥലത്ത് വെച്ചും പല വാഗ്ദാനങ്ങളും, ഞാൻ നിങ്ങൾക്ക് 1 തരാം, 2 തരാം, 10 തരാം, 5 കോടി തരാം, 1 ലക്ഷം തരാം, 2 ലക്ഷം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാഗ്ദാനങ്ങൾ നിറയുന്നതല്ലാതെ പെട്ടിയിൽ കാശ് വീഴാറില്ല. വാഗ്ദാനം കൊണ്ട് പെട്ടി നിറയും. ഈ വാഗ്ദാനങ്ങൾ കൊടുക്കാതെ ഇൻ ക്യാഷ് ചെക്ക് പോലും ഇല്ല, പാസ്സായി പോവാത്ത ചെക്ക് പോലും ഇല്ല. മാധ്യമപ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിതരണം ചെയ്തു. കൈരളി TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫ് പുരസ്കാരം ഏറ്റുവാങ്ങി. PC ഹരീഷ്, ഗിരീഷ് ഒറ്റപ്പാലം തുടങ്ങിയവരും സാമൂഹ്യരംഗത്തെ സേവനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ P ഉബൈദുല്ല MLA-യും മുൻ നഗരസഭാ ചെയർമാൻ KP മുസ്തഫയും സ്വീകരിച്ചു. ഇരുവരും പുരസ്കാരത്തുക റബിയുള്ള നൽകുന്ന ബൈത്തുർ റഹ്മ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തു. അൻവർ സാദാത്ത് MLA, ഷെയ്ഖ് ഹുദൈഫ അൽ ഗസാലി, KP മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സമ്മേളന ലോഗോ നടൻ സന്തോഷ് കീഴാറ്റൂർ പ്രകാശനം ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ നേതാക്കൾ ബിഷുഖണ്ഡക്കൈ, സിരിൻ ശശി, KV സുമേഷ്, MV രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. KSFEയുടെ ക്രിസ്മസ് പുതുവത്സര പദ്ധതിയായ ഭാഗ്യശ്രേയസ് ചിട്ടി 2015 ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. KSFE ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ചെയർമാൻ PT ജോസ് ഉദ്ഘാടനം ചെയ്തു. രമേശ് ചെന്നിത്തലയുടെ കത്ത് ശരിവച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഉമ്മൻചാണ്ടിക്കെതിരായി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് നൽകിയ കത്തിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. കത്ത് ഹൈക്കമാൻഡിന് നൽകി എന്നുള്ളത് സംബന്ധിച്ച് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന് നൽകിയ കത്തിന്റെ വിവരങ്ങളും പീപ്പിൾ TV കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയെ സംബന്ധിച്ചുമൊക്കെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് എഴുതിയ കത്ത് സംബന്ധിച്ചാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഹൈക്കമാൻഡിന് രമേശ് ചെന്നിത്തല കത്ത് എഴുതി എന്നുള്ളത് ശരിവെച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരായ കത്ത് കിട്ടി എന്നാണ് ഹൈക്കമാൻഡിന്റെ സ്ഥിരീകരണം. കത്തിന്റെ ഉള്ളടക്കം പരിശോധിക്കുമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേതൃമാറ്റം അത്യാവശ്യം എന്ന തലത്തിലുള്ള കത്താണ് രമേശ് ചെന്നിത്തലയുടേതായി ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. സന്തോഷ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണം ഏതുതരത്തിലാണ്? പ്രദീപ്, ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന രമേശ് ചെന്നിത്തല അയച്ച ഈ കത്ത് ഹൈക്കമാൻഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലെ വിശദാംശങ്ങൾ എല്ലാം തന്നെയും ഹൈക്കമാൻഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ തെറ്റില്ല. ഈ വിഷയങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ട്. ഈ വിഷയങ്ങൾ അടുത്ത യോഗത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരും പങ്കെടുക്കുന്ന 22-നുള്ള യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചന നൽകി. എന്നാൽ ഈ കാര്യങ്ങൾ പരസ്യമായി ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ തയ്യാറായിട്ടുമില്ല. എങ്കിൽ കൂടിയും രമേശ് ചെന്നിത്തല തുടർച്ചയായി ഇങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ള സ്ഥിരീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇന്ന് രാത്രിയോടുകൂടി ദില്ലിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിലെ ഉന്നത വൃത്തങ്ങളിൽ നിന്നും ഈ കത്ത് കിട്ടിയതായുള്ള ഒരു സ്ഥിരീകരണം അനൌദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സന്തോഷ്, കത്തിന്റെ വിശദാംശങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ അഹമ്മദ് പട്ടേലിന് അയച്ച കത്തിന്റെ തീയതി വെച്ചുള്ള വിവരങ്ങളും അതൊക്കെ ഇപ്പോൾ കൃത്യമായി സ്ഥിരീകരിക്കപ്പെടുന്നു ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന്. തീർച്ചയായും പ്രദീപ്, നമുക്ക് ഈ കത്ത് ലഭിക്കുന്നത് തന്നെ ഹൈക്കമാൻഡിന്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ കത്തിന്റെ ഒരു ആധികാരികതയെ സംബന്ധിച്ച് ഈ വാർത്ത കൊടുത്ത ദില്ലിയിലെ മാധ്യമ പ്രവർത്തകർക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കത്ത് വ്യാജമാണ്, ഈ കത്ത് ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് തുടർച്ചയായി ചെന്നിത്തല നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് KPCC ആവശ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കത്ത്, അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്ന 7-ാം തീയതി, നവംബർ 7-ാം തീയതിയുടെ ഡേറ്റ് വെച്ചാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്, ഹൈക്കമാൻഡിന് അയച്ചിട്ടുള്ളത്. സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ അഹമ്മദ് പട്ടേലിനും ഈ കത്ത് ലഭിക്കത്തക്ക തരത്തിലാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. ഇതിലെ വിശദാംശങ്ങൾ എല്ലാം തന്നെയും ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ കേരളത്തിൽ നിന്നും മാധ്യമങ്ങളിൽ കണ്ട രമേശ് ചെന്നിത്തല ഒരു സർജറി ആവശ്യമാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു തരത്തിൽ ഹൈക്കമാൻഡിന് അയച്ച കത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും ഈ കത്ത് ലഭിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി ലഭിക്കുമ്പോൾ തീർച്ചയായും ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. പ്രദീപ്, നേതൃമാറ്റത്തിന് ആവശ്യം സൂചന നൽകിക്കൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ കത്തിന് സംബന്ധിച്ച് കേരളത്തിലെ വിവാദങ്ങൾ, അത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയുടെ നിഷേധക്കുറിപ്പൊക്കെ വരുമ്പോഴാണ് കത്ത് ഉണ്ട്, തങ്ങൾക്ക് കത്ത് കിട്ടിയിട്ടുണ്ടെന്ന സ്ഥിരീകരണം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്.